നീ പഴങ്കഞ്ഞി എടുക്ക്. ഈ പഴങ്കഞ്ഞി ഇത് കാരണം നാട്ടുകാർ മുഴുവൻ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എന്നാ വിളിക്കുന്നത്. എന്നാ പിള്ളേരും പറയാൻ തുടങ്ങി. എന്നാലും എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം. ഏത് നേരം ഈ പഴങ്കഞ്ഞി മുളകും, പഴങ്കഞ്ഞി മുളകും. ഒരു രക്ഷയില്ല. സാലി, നീ എന്റെ ഫയൽ കണ്ടോ? നീ അവിടെ എന്തെടുക്കുക? നിനക്ക് എന്നീ ഫ്രണ്ട് കാണാനുള്ള പരിപാടി? സാലി, ഞാൻ പോവാണേ. ഹലോ, ആ പോയി. ആ വേം വാ, വേം പോര്, വേം പോര്. ഉറക്കം തന്നെയുള്ളൂ. ചേട്ടാ ഉറങ്ങിയോ? നീ അവിടെ കിടക്ക്. ഭയങ്കര ക്ഷീണം. ഒരിക്കൽ പോലെ എന്നോട് ഇയാൾക്ക് ഇഷ്ടമില്ലേ? ആ മനസ്സിൽ ഒരിക്കലും ഞാനില്ലേ. എന്തിനാ ഇവിടെ കിടക്കുന്നത്? വെറുതെ ഒരു ജന്മം. നിങ്ങളെ എനിക്ക് ജന്മജന്മാന്തരങ്ങളായിട്ട് അറിയാമായിരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആരോ ഒരാൾ എപ്പോഴും എൻ്റെ പിന്നാലെ സഹായത്തിന് വന്നു എന്നെ രക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. വരൂ. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഭാര്യയെ പോലെ നിന്നെ കണ്ടോട്ടെ? സമ്മതിക്കില്ല.
ഇതെല്ലാം കരുതി വെച്ചിരുന്നു എനിക്കായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാൾക്കായി കരുതിയത് നിന്നിലൂടെയാണ്. സന്തോഷം. ഇവിടെ പോയി അനിതേ, നേരം അനിതേ, അനിതേ, എവിടെയാ നീ? ഇയാള് ദൈവമേ, സ്വപ്നം കാണാൻ വരെ സമ്മതിക്കാനില്ല. സ്വപ്നമാണോ സത്യമാണോ ദൈവമേ? രാജകുമാരനെ പോലെ ഒരാൾ എത്ര മനോഹരമായ സ്വപ്നം കാണാൻ വരെ സമ്മതിക്കാതെ ചെന്നു. കാപ്പി തിന്നാനും കുടിക്കാനും മാത്രമായിട്ടുള്ള ഒരു ജന്മം അല്ലേ? എടി, ഞാൻ പണി എടുക്കുന്നുണ്ടാ നീയൊക്കെ രാജകുമാരിയെ പോലെ വാഴുന്നത്? ആ പണി മാത്രമേ അറിയുള്ളൂ. എടി അനിതേ, ഒന്നേ ആ ബാങ്കിൽ പണയം വെച്ചേക്കണതേ എടുക്കാൻ സമയമായി. നീ പോയി ഒന്ന് എടുക്ക്. പൈസ മേശയിലുണ്ട് കേട്ടോ, ആ എടുത്തോ. നല്ല ചൂടുണ്ടായിരുന്നു. മഴക്കാർക്ക് കാണുന്നുണ്ട് മഴ. അതിൻ്റെ ഇടയിൽ കളി കണ്ടില്ല? നല്ല സൂപ്പർ കളിയായിരുന്നു. നമ്മളെ കഞ്ഞീന്റെ ചരക്ക് വരുന്നുണ്ടല്ലോ, ഒന്ന് പോയി മുട്ടി നോക്കി. എന്താണ് ഒരു നല്ല സ്ത്രീയാണ്. അവര് എങ്ങനെയൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ അയാളുടെ കൂടെ നിന്ന് പോവോ ഇത്രയും കാലം? അവര് അവരുടെ പാട്ടിന് പോയിക്കോളൂ. നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. ചേച്ചി എങ്ങോട്ടാ ചേച്ചി? ഞാൻ കൊണ്ടാക്കി തരാം. ഒന്ന് കൊണ്ടാക്കി കൊടുക്കും ചേച്ചി, ഞാൻ കൊണ്ടാക്കി തരാം. ബൈക്കിന്റെ നമ്മളെ വെറുതെ എന്തിനാ നടക്കണേ? ബൈക്കിന്റെ ബൈക്കൊക്കെ നടക്കുന്നല്ലേ? ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഒരു നല്ലൊരു സ്ത്രീയാണ്. വെറുതെ ചമ്മിയില്ലേ അവിടെ പോയിട്ട്? എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളല്ലേ? സ്വപ്നം അത് അയാൾ തന്നെയാ, അത് തീർച്ച. എല്ലാ വെള്ളിയാഴ്ച ഞാനിവിടെ വരുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അവസരം കിട്ടാത്തതുകൊണ്ടായിരുന്നു. എന്താ സംസാരിക്കാൻ? നമുക്ക് മാറിയിരുന്നു സംസാരിക്കാം.
അല്ല, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ. ഞാൻ ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഒരുപാട് കാലമായി നിങ്ങളെൻ്റെ മനസ്സിൽ കുരുത്തിട്ടിരിക്കുന്നു. അല്ല, അത് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ഇതേ മുഖം. അതിന് നിങ്ങൾ ഈ ചന്ദനം എനിക്കും ആവാം. എന്നാൽ ഞാനിത്തിരി തൊട്ട് തരാം. ചന്ദനക്കുറി മായാതെ സൂക്ഷിക്കണം. എന്നാൽ നമുക്ക് പോകാം. അനിതേ, ഇടി അനിതേ, എന്നാ ഇതാ കഴിച്ചോ. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അങ്ങാടി പോയിട്ട് അവിടെ 3-4 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞു. അതെ, നിങ്ങൾക്ക് കൂട്ടുകാരും സെറ്റുകാരും ഒക്കെ ഉണ്ട്. ഞാനൊരുത്തി ഇവിടെ ഒറ്റയ്ക്കായി പാതിരാവരെ ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടല്ലോ. പിന്നെ നീ കുളിമുറിയിൽ വെള്ളം നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഹലോ, എവിടെയുള്ളേ? ഇതാണോ? ഓക്കെ, ഞാനിവിടെ പാർക്കിലുണ്ടായിരുന്നു. നിങ്ങൾ ഒന്ന് വരുമോ? അതെ, നമ്മളന്ന് അമ്പലത്തിൽ കണ്ടില്ലായിരുന്നോ? ആ സാരി കൊടുക്കണം കേട്ടോ, അതാണ് എനിക്കിഷ്ടം. പിന്നെ അതാണ് എനിക്കിഷ്ടമായത്. വരുമോ? ശരി ശരി, ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. അത് സർപ്രൈസാണ്. എനിക്ക് കാണണം. ഓക്കെ, ണയൂ പ്രിയ സഖീ, ഹൃദയമേകു സദയമീ, അരികിലണയൂ പ്രിയ സഖീ, ഹൃദയമേകു സദയമീ, നിന്നിലലിയും വെണ്ണ പോൽ തൂവിടുന്നൊരു ജീവിതം, തൂവിടുന്നൊരു ജീവിതം. അരികിലണയൂ പ്രിയ സഖീ, ഹൃദയമേകു സദയമീ. ഉലകിതിൽ പൊഴിഞ്ഞിടാത്തൊരു തൂവലായി, ഹൃദയ തന്തികൾ മീട്ടുമീ രാഗമായതിലൊഴുകി നീ. അലിവു ഞാനീ ഉലകിതിൽ പൊഴിഞ്ഞിടാത്തൊരു തൂവലായി, ഹൃദയ തന്തികൾ മീട്ടുമീ രാഗമായതിലൊഴുകു നീ.
രാഗമായതിലൊഴുകു നീ. അരികിലണയു പ്രിയ സഖി. ഹൃദയ പൊയ്കതൻ വാതിലിൽ അലഞ്ഞിന്നണയും ദേവനായി കാത്തിരുന്ന യുഗങ്ങളിൽ പെയ്തൊഴിഞ്ഞ ദിനങ്ങളാ. ഹൃദയ പൊയ്കതൻ വാതിലിൽ അലഞ്ഞിന്നണയും ദേവനായി കാത്തിരുന്ന യുഗങ്ങളിൽ പെയ്തൊഴിഞ്ഞ ദിനങ്ങളായി, പെയ്തൊഴിഞ്ഞ ദിനങ്ങളായി. അരികിലണയു പ്രിയ സഖി. ഹൃദയമേകു സദയമേ. നിന്നിലലിയും വെണ്ണ പോൽ തൂവിടുന്നൊരു ജീവിതം, തൂവിടുന്നൊരു ജീവിതം. അരികിലണയു പ്രിയ സഖി. ഹൃദയമേകു സദയമേ. ഹലോ, ഇന്ന് പുള്ളിക്കാരൻ വരില്ല. രാത്രി ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഇങ്ങോട്ട് വാ, വേഗം വാ. നമുക്ക് എന്താടേ? പിന്നെ കുറച്ചു നേരം ആയല്ലോ നിങ്ങൾ പോയിട്ട്. ഞാനിപ്പോ വരാട്ടോ. ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? മീറ്റിംഗിന്റെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പൊന്നെ ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? എന്തപ്പോ? അല്ല, രാത്രി ആയതുകൊണ്ട് ചേട്ടായി. ഞാന് അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് ആണ്. മീറ്റിംഗ് ഇപ്പം വന്നോളൂ. പെട്ടെന്ന് വരാട്ടോ. ശരി, ഓക്കെ ചേട്ടായി. എന്നായിക്കോട്ടെ. ചിലപ്പോ കുറച്ച് ലേറ്റ് ആകും. നീ കിടന്ന എന്തായാലും. കുറച്ച് ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. ഇതുവരെ മീറ്റിംഗ് തുടങ്ങിയിട്ടില്ല. എന്തായാലും എന്നായിക്കോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവരണേ. ഇന്ന് മേടിച്ചില്ല കുഴപ്പമുണ്ടോ? നാളെ മതിയോ? ഇന്ന് വേണം. നോക്കാം. നേരത്തെ മീറ്റിംഗ് ഇതിനാണോ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. ശരി എന്നാ. ശരി ശരി. ഇതാരാലി? ഇതാരാലി? ഇതാണോ നിന്റെ ഫ്രണ്ട്? എന്താണ് പരിപാടി ഇവിടെ? എന്താണ്? ഇത്ര നാളെ നീ കൊണ്ടുവന്ന് നടന്നല്ലേ? ഇവിടെ കൂടെ കൊണ്ടുപോയിക്കോ. ഈ കണ്ണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കണ്ണട വേണ്ട. കണ്ണട ഞാനല്ലേ ഉള്ളത്.
വ്യഗ്രതയില്ലാത്ത മുഖം കാണാൻ എനിക്കിഷ്ടം. എനിക്ക് സ്വന്തം. ആരാടോ? താങ്കൾക്ക് അടിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഒരു സർവന്റിന്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ എല്ലാ കഥയും ഏറ്റെടുത്ത് പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ ഒരു മാണിക്കക്കല്ലായിരുന്നു. പക്ഷേ അതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് പോകുക. തടയാൻ പറ്റുന്ന സമയം Mm-hmm.